2024 തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. സർക്കാരിനെ നേരിടാനായി പ്രതിപക്ഷം സഖ്യം രൂപീകരിച്ച ഇന്ത്യ സഖ്യത്തിന്റെ അപ്രതീക്ഷിതമായ കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ഇപ്പോൾ. അതേസമയം കഴിഞ്ഞ ദിവസം യോഗം നടന്നെങ്കിലും ഇരു പാർട്ടികളും തമ്മിലുള്ള പ്രാഥമിക ചർച്ചയിൽ കാര്യമായ തീരുമാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പഞ്ചാബിൽ അടക്കം കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് AAP. യോഗത്തിൽ ഇരു പാർട്ടികളും തമ്മിലുള്ള പ്രശ്നങ്ങളിലാണ് ചർച്ചകൾ നടന്നത്. ഇത് തുടക്കം മാത്രമാണെന്നും ചർച്ചകൾ ഇനിയും തുടരുമെന്നും ഒരുമിച്ച് കാണുമ്പോൾ മാത്രമേ അന്തിമ തീരുമാനമെടുക്കാനാകൂ എന്നും കോൺഗ്രസ് വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ പഞ്ചാബ്, ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളിൽ കോൺഗ്രസിന് ഏറ്റവും തലവേദന ഉണ്ടാക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ്. പഞ്ചാബിൽ കൂടുതൽ സീറ്റിൽ മത്സരിക്കാനും AAP തീരുമാനിച്ചിരുന്നു. അതേസമയം ഒരുമിച്ച് മത്സരിക്കുമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. BJPക്ക് ശരിയായ മറുപടി നൽകുമെന്നും കോൺഗ്രസ് നേതാവ് മുകുൾ വാസ്നിക് പറയുന്നുണ്ട്. AAPയുടെ രാജ്യസഭാ MP സന്ദീപ് പഥക്, ഡൽഹി മന്ത്രിമാരായ അതിഷി, സൗരഭ് ഭരദ്വാജ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. അശോക് ഗെഹ്ലോട്ട് അടക്കമുള്ള മുതിർന്ന നേതാക്കൾ യോഗത്തിൽ ഉണ്ടായിരുന്നു. ഡൽഹി കോൺഗ്രസ് അധ്യക്ഷൻ അരവിന്ദർ സിംഗ് ലാവ്ലി, സൽമാൻ ഖുർഷിദ്, മോഹൻ പ്രകാശ് പോലുള്ള മുതിർന്ന നേതാക്കളും യോഗത്തിനെത്തി. അതേസമയം AAPയുമായുള്ള ബന്ധത്തിൽ വളരെ സൂക്ഷിച്ചാണ് കോൺഗ്രസ് ഇടപെടുന്നത്. പഞ്ചാബ്, ഡൽഹി സമിതികൾ ഈ ബന്ധത്തെ എതിർക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ തങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ദേശീയ നേതൃത്വത്തിന് അറിയാമെന്ന് മുൻ ഡൽഹി മുഖ്യമന്ത്രി ഷീല ദീക്ഷിതിന്റെ മകൻ സന്ദീപ് ദീക്ഷിത് പറയുന്നുണ്ട്. ഡൽഹി സർക്കാരുമായി ബന്ധപ്പെട്ടുള്ളതാണ് AAPയുമായുള്ള ഞങ്ങളുടെ പ്രശ്നങ്ങൾ. സഖ്യമുണ്ടെങ്കിൽ അക്കാര്യം പിന്നീട് തീരുമാനിക്കും. എത്ര സീറ്റിൽ ആരൊക്കെ മത്സരിക്കുമെന്ന് ആദ്യം അറിയണം. സഖ്യമുണ്ടെങ്കിൽ ആ തീരുമാനം നേരത്തെ തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് പറയാനുള്ളതെന്നും സന്ദീപ് ദീക്ഷിത് പറയുന്നു. നേരത്തെ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് പിന്മാറുമെന്ന് AAP ഭീഷണിപ്പെടുത്തിയിരുന്നു. ഡൽഹിയിലെ കോൺഗ്രസ് നേതാവ് 7 സീറ്റിലും മത്സരിക്കുമെന്ന് പറഞ്ഞതിന് പിന്നാലെയായിരുന്നു ഈ ഒരു ഭീഷണി. അതേസമയം പഞ്ചാബിലും കേജ്രിവാളിന്റെ ഒപ്പം നിന്ന് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 8 സീറ്റിലാണ് വിജയിച്ചിരുന്നത്. AAP 1 സീറ്റിൽ മാത്രമാണ് വിജയിച്ചത്. BJPക്കും അകാലിദളിനും 2 സീറ്റുകൾ വീതം ലഭിച്ചിരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 92 സീറ്റ് നേടി AAP അധികാരം പിടിക്കുകയായിരുന്നു. കോൺഗ്രസ് 18 സീറ്റിലേക്ക് ചുരുങ്ങുകയും ചെയ്തിരുന്നു.